ഹലോ മേഡിയോസ്. അപ്പോൾ പുതിയ വാർത്ത, വല്ലാത്ത വിഷമമുള്ള കാര്യം തന്നെ കേട്ടോ. എന്താ പറയുക, വൃദ്ധസാധനം ഫോർ ഓൾഡ് ഹോമിൻ്റെ ഉള്ള അതും ഒത്തിരി ഏജായ അമ്മമാരെ ഉപദ്രവിച്ചു അല്ലെ, പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ എന്തോ അല്ലേ, എന്തൊരു ദുഷ്ടപ്രവർത്തികളാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കുക നിങ്ങൾ. പക്ഷെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഈ സംഭവം എല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാർ കൊണ്ടല്ലോ ബാക്കിയുള്ളവർ സംസാരിക്കാൻ വരുമ്പോൾ അവർ പറയുന്ന അവിടുത്തെ അവസ്ഥകളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ഒരു സംഭവം ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു ദുഷ്ട സംഭവം നടക്കുന്നതിന് മുന്നേ എന്തുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, എന്തുകൊണ്ട് ഇത് വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു സംഭവം നടക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ആൾക്കാരെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ സംഭവം തന്നെ, അച്ഛൻ ഉപദ്രവിച്ച കുഞ്ഞിൻ്റെ സംഭവം തന്നെ നാട്ടുകാർ പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഈ നടന്ന സംഭവം തന്നെ നാട്ടുകാർ പറയുമ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് ആരെ അവിടെ അടുപ്പിക്കില്ല, ഞങ്ങൾ ആരെയും അങ്ങോട്ട് നോക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലാനോ അല്ലെങ്കിൽ അവിടെ പോയി ഒന്ന് നോക്കാനോ ഒന്നും അനുവദിക്കില്ല, സമ്മതിക്കില്ല. അപ്പം തന്നെ നമുക്ക് ചിന്തിച്ചുകൂടെ അവിടെ എന്തോ ദുരൂഹതയുണ്ട്. അങ്ങനെ ഒരു ഹൈഡിങ് ഒരു സ്ഥലത്ത് കാണിക്കണമെങ്കിൽ, ഹൈഡ് ചെയ്യണമെങ്കിൽ അവിടെ അരുതാത്തത് എന്തോ നടക്കുന്നുണ്ട്, അതായത് പുറം ലോകം കാണാത്ത തരത്തിൽ എന്തോ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് 100% ഉറപ്പിക്കാം. അപ്പം തന്നെ ചിന്തിച്ച് വേണ്ടപ്പെട്ട തീരുമാനങ്ങൾ എടുത്തൂടെ, നിങ്ങൾക്ക് അറിയിച്ചൂടെ. പക്ഷെ അതിനുവേണ്ടി എന്തിനാണ് ഇത്തരം ഒരു സംഭവങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? അതും വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ക്രൂരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നെ അറിയുന്നത് തന്നെ. അത് അറിഞ്ഞു കഴിയുമ്പോഴാണ് എല്ലാവരും പറയുന്നത്, നേരത്തെ ഇവിടെ ഇങ്ങനെയായിരുന്നു, നേരത്തെ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു സാഹചര്യം ഇവർക്ക് ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല, ഒന്നും കൊടുക്കില്ല, ഇങ്ങനെ അടുക്ക് കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഈ കുഞ്ഞിൻ്റെ സംഭവം, രണ്ടാം അച്ഛൻ ഉപദ്രവിച്ച കുഞ്ഞിൻ്റെ അമ്മമ്മ ഹെൽപ്പ് ലൈനിൽ വിളിച്ചറിയിച്ചപ്പോൾ അതിൻ്റെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട്. ആ വോയിസിൽ അവരത് കണക്കിലെടുത്തില്ല, നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെയാണ് പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊക്കെയാണോ പ്രതികരിക്കുക? അല്ലെങ്കിൽ ജസ്റ്റ് പോയി ഒന്ന് തിരക്കുക, അന്വേഷിക്കുക, അവർ പറഞ്ഞാൽ എന്തെങ്കിലും കാരണം ഉണ്ടെന്ന് തിരക്കുക. അതൊക്കെ പോട്ടെ, നമ്മുടെ നാട്ടിലെ കാര്യങ്ങളാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു സംഭവം നടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഒരു സ്ഥലം, ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു വീട്ടിലാണെങ്കിലും ഒരു സംഭവത്തിൽ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയാൽ, ആൾക്കാർ നിങ്ങൾ അവർ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ പോരെ അവിടെ എന്തോ ഉണ്ട്, അതിലെന്തോ ഒരു കാര്യം അവർ ഒളിക്കുന്നുണ്ട്, അവിടെ എന്തോ നടക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചാൽ പോരെ. അല്ലെങ്കിൽ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നിങ്ങൾ അടുപ്പിക്കാതിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അറിഞ്ഞാൽ പ്രശ്നമാകുന്ന എന്തോ ഉണ്ട്, അത് തന്നെയാണ് യഥാർത്ഥം. അങ്ങനെ ഉള്ളിടത്തൊക്കെ തന്നെയാണ് ഈ സംഭവം നടന്നത്. നമ്മൾ എന്ത് സംഭവം നടന്നു കഴിയുമ്പോഴും ആൾക്കാർ ലാസ്റ്റ് പറയണേക്കാം, ഞങ്ങൾ ആരും അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല, ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല, ഇനി അഥവാ അവർ ഞങ്ങളോടൊന്നും സഹകരിക്കാറില്ല, ഞങ്ങളോട് മിണ്ടാറില്ല, ഞങ്ങൾ അങ്ങോട്ട് ചെന്നാൽ തന്നെ അവർക്ക് ദേഷ്യമാണ്. അപ്പോൾ തന്നെ ചിന്തിച്ചാൽ പോരെ, എന്തോ ഉണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെ ഹൈഡ് ചെയ്യുമെന്ന ഒരു സാഹചര്യം കണ്ടാൽ എടുത്ത് ചാടി അങ്ങോട്ട് ചെല്ലുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ട എല്ലാവരെയും അറിയിക്കുക, കംപ്ലീറ്റ് പേരെ അറിയിക്കുക. ഒന്നും ഇല്ലെങ്കിൽ ഇല്ല, രക്ഷപ്പെട്ടില്ലേ, സംഭവമൊന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു സംഭവം, ഒരു വലിയ ക്രൂരകൃത്യം നടക്കണതിന് മുന്നേ തന്നെ അറിയാൻ പറ്റുമല്ലോ, അറിയുമല്ലോ. അത്രേ ഉള്ളൂ.